friends, welcome back to Malayali Classroom. നമ്മൾ ഇന്നിവിടെ പാർട്ട് 6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് അരിതമെറ്റിക് സീക്വൻസസിന്റെ ആൾജിബ്രായിക് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് അരിതമെറ്റിക് സീക്വൻസസിന്റെ അല്ലെങ്കിൽ സീക്വൻസസുകളുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് അരിതമെറ്റിക് സീക്വൻസസിന്റെ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്, അതായത് അതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഇക്വേഷൻ, ആ ജനറൽ ഫോം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടെക്സ്റ്റിലെ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. എന്തായിരിക്കും ആ ഡെറിവേഷൻ എന്നുള്ളത്? അതെന്തായിരുന്നു? xn ഈക്വൽ ടു an പ്ലസ് ബി. ഇതായിരുന്നു നമ്മുടെ ജനറൽ ഫോം ഓഫ് അരിതമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത്. xn ഈക്വൽ ടു an പ്ലസ് ബി. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സീക്വൻസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 1, 11, 21, 31 എക്സെട്ര. ഈ സീക്വൻസിലെ nth ടേം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? nth പൊസിഷനിലുള്ള ഒരു ടേമിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. nth ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ടേം അറിയാം, nth ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന്റെ കൂടെ, അതായത് ഫസ്റ്റ് ടേമിനെ നമ്മൾ f എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. f പ്ലസ് പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് n-1 ഇൻറ്റു d. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു nth ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ബ്രാക്കറ്റുകൾ നമ്മൾ ഓപ്പൺ ആക്കാണ്. f പ്ലസ് dn മൈനസ് d. അപ്പൊ ഇതില് എഫും ഡിയും നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാവുന്ന വാല്യൂസ് ആണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. ഇവിടെ n മാത്രമാണ് നമുക്ക് വേരിയബിൾ ആയിട്ട് വരുന്നത്. വാല്യൂസ് മാറി മാറി വരുന്നത് n-ന്റെ മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമുകളെ ഒരുമിച്ച് എഴുതാം, ഇതിനെ സെപ്പറേറ്റ് എഴുതാം. അപ്പോൾ dn പ്ലസ് f മൈനസ് d. നമ്മുടെ ജനറൽ ഇക്വേഷനിൽ xn ഈക്വൽ ടു an പ്ലസ് ബിയിൽ xn എന്ന് പറയുന്നത് nth ടേമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് xn എന്ന് പറയുന്നത്. ഇനി ഇതില് ഈ an, ഈ a ആണ് നമ്മുടെ ഇവിടുത്തെ d, അതായത് കോമൺ ഡിഫറൻസ് ആണ് ഈ a എന്നുള്ള വേരിയബിൾ കൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ b എന്നുള്ള വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വാല്യൂ, അതായത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്, ഇതാണ് b എന്നുള്ള വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ xn ഈക്വൽ ടു ഈ ഒരു ഫോമിനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. xn ഈക്വൽ ടു an പ്ലസ് ബി, where a is the common difference and b is the value of the difference between first term and the common difference. അതാണ് നമ്മുടെ ജനറൽ ഫോമിന്റെ ഡെറിവേഷൻ വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഡെഫിനേഷൻ എങ്കിലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. പക്ഷെ എയും പിയും എന്താണെന്നുള്ളത് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ടേം 1/2, കോമൺ ഡിഫറൻസ് 1/3 ആയിട്ടുള്ള ഒരു സീക്വൻസ് എഴുതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എങ്ങനെ വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഫോം ഇക്വേഷൻ എങ്ങനെയാണ്, നമുക്ക് ഈ ജനറൽ ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് 1/2 സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സീക്വൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ആൾജിബ്രായിക് ഇക്വേഷൻ ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസസ് എന്ന് പറയുന്നത് എന്താണ്? xn ഈക്വൽ ടു an പ്ലസ് ബി. അപ്പൊ ഇവിടെ നമുക്ക് xn ഈക്വൽ ടു a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 1/3 ഇൻറ്റു n പ്ലസ് b എന്ന് പറയുന്നത് എന്താണ്? b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെയും കോമൺ ഡിഫറൻസിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് f മൈനസ് d എന്ന് പറയുമ്പോൾ 1/2 മൈനസ് 1/3 എന്ന് വരും. ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/2 മൈനസ് 1/3. അപ്പൊ നമുക്ക് ഒരു ആൾജിബ്രായിക് ഫോം ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഫസ്റ്റ് ടേം അറിയണം, അതിന്റെ കോമൺ ഡിഫറൻസ് അറിയണം. അത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ xn അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 1/2 മൈനസ് 1/3 എത്രയായിരിക്കും വരുന്നത്?
3 minus 2 divided by 6 equal to 1 by 6. അപ്പോൾ ഇവിടെ വരുന്നത് xn equal to 1 by 3n plus 1 by 6 വരും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൂടി കൺവേർട്ട് ചെയ്യാം. ഇതൊരു ജനറൽ ഫോം ആണ്. നമുക്ക് വേറെ രീതിയിലും കൂടി നമുക്ക് ഇതിനെ എഴുതാം. അതായത് നമുക്ക് ഈ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇവിടെ n plus 1 എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതി എങ്ങനെ മാറ്റാമെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ 1 by 3, ഇവിടെ 1 by 6. 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് 6 വരുന്നത്. അപ്പൊ 1 by 3നെ കോമൺ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ഇവിടെ 1 by 3 into n ആണ് ഇത്. അപ്പൊ ഇവിടെ n പ്ലസ് ഇവിടെ എത്രയാണ് ചെയ്താൽ നമുക്ക് കിട്ടുക 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n പ്ലസ് 1 by 2 എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് എഴുതാം. 1 by 3 into 2n plus 1 divided by 2. ഇതിനെ എങ്ങനെയും കൂടി നമുക്ക് എഴുതാൻ പറ്റും 2n plus 1 divided by 6. അപ്പൊ ഇങ്ങനെയും എഴുതാം. ഇതും നമ്മുടെ ഒരു ഫോം തന്നെയാണ്. അപ്പോൾ xn equal to 2n plus 1 divided by 6 എന്നുള്ള ഒരു ഫോർമുലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസിലെ ടേമുകൾ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതും ആൻസർ ആണ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് ഇതും ആൻസർ ആയിട്ട് വരും. xn equal to 2n. ഇതിന്റെ സീക്വൻസ് വരുന്നത് xn equal to 2n plus 1 divided by 6. ഇതായിരിക്കും ഇതിന്റെ algebraic equation വരുന്നത്. പേജ് നമ്പർ 24 ഫസ്റ്റ് എക്സസൈസ് നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the 8th term of an arithmetic sequence is 12 and its 12th term is 8. What is the algebraic expression for this sequence? നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ടേം 12, 12th ടേം 8. ഇങ്ങനെ ഒരു രണ്ട് ഹിന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? algebraic expression of this sequence കണ്ടുപിടിക്കണം. നമുക്ക് ഇതിൽ നിന്ന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8ഉം 12 ആണ് അല്ലേ? അപ്പൊ 4 ആയിരിക്കും പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 8th ടേമിൽ നിന്ന് 12th ടേം നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 12 പ്ലസ് ഇവിടെ നമുക്ക് 12 minus 8 എന്ന് പറയുന്നത് 4 into d equal to 8. അതായത് ഇതിൽ നിന്ന് ഈ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതിന്റെ കോമൺ ഡിഫറൻസ് ഒരു നെഗറ്റീവ് ടേം ആയിരിക്കും. കാരണം 8th ടേം എന്ന് പറയുന്നത് 12ഉം 12th ടേം 8ഉം. അതായത് പൊസിഷനുകൾ കൂടുന്നതിനനുസരിച്ച് വാല്യൂ കുറഞ്ഞു വരാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ എന്തായാലും വരുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. 4d equal to 8 minus 12 equal to minus 4. d equal to minus 1. അപ്പൊ നമുക്ക് നമ്മുടെ അരിതമെറ്റിക് സീക്വൻസസിന്റെ ആൾജിബ്ര കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ്, അതായത് ഒരു ഭാഗം നമുക്ക് കിട്ടി. പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? -1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് 8th ടേം അറിയാം, ഫസ്റ്റ് ടേം അറിയില്ല. യൂഷ്വലി ഫസ്റ്റ് ടേം തന്നിട്ട് 8th ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? f പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 8th ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? പൊസിഷനുകൾ തമ്മിൽ 8 minus 1 7 into d. d എന്ന് പറയുന്നത് -1 ഈക്വൽ ടു എത്ര കിട്ടും? 12 കിട്ടും. അപ്പോ ഇവിടെ നമുക്ക് f minus 7 equal to 12. f is equal to 12 plus 7 equal to 19 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷന് വേണ്ട ഫസ്റ്റ് ടേം എന്നുള്ള നമ്പറും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മൾ ആൾജിബ്രായിക് ഫോം നമ്മൾ കണ്ടുപിടിക്കുന്നത്? xn equal to an plus b. അപ്പൊ ഇവിടെ xn equal to a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? -1 into n പ്ലസ് b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം. അതായത് 19 മൈനസ് -1. അപ്പൊ എത്ര വരും? 19 മൈനസ് -1 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ എത്ര വരും? 19 plus 1 ആവുന്നത്.
അപ്പോൾ ഇവിടെ എത്രയത് 20 വരും. അപ്പോൾ -1 n + 20 നമുക്ക് മൈനസ് ആദ്യം ഒരു ജനറൽ ഫോമിലേക്ക് ആക്കാനായിട്ട് 20 - n. ഇതായിരിക്കും നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ. പേജ് നമ്പർ 25 സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഓൾറെഡി നിങ്ങൾ മുന്നിൽ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് വി ആൻഡ് വി അഗെയിൻ ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് us and half of that and one more is a natural number. അങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് എഴുതാം വി ആൻഡ് വി അഗെയിൻ. അപ്പൊ വി എന്നുള്ളത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വി ആൻഡ് വി അഗെയിൻ. അപ്പോൾ വീണ്ടും എക്സ് പ്ലസ് ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് us. ഹാഫ് ഓഫ് us എന്ന് പറയുമ്പോൾ x/2 പ്ലസ് and half of that ഇതിന്റെയും ഹാഫ് x/2 into 1/2 വരും. അപ്പോൾ എത്ര വരും? x/2 into 1/2 plus and one more is a natural number plus 1 is a natural number. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്കിതിനെ നോടി എഴുതാം 2x plus x/2 plus x/4 plus 1 is a natural number. It's a natural number. എന്നിട്ട് എന്താ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്? Write all possible number of birds starting from the least. For each of these, write the sum told by the birds also. അതായത് അറ്റ്ലീസ്റ്റ് എത്ര നമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു സീക്വൻസ് എഴുതണം. എന്നിട്ട് എന്ത് എഴുതണം? ഫോർ ഈച്ച് ഓഫ് ദീസ് റൈറ്റ് ദ സം ടോൾഡ് ബൈ ദ ബേർഡ്സ് ഓൾസോ. അതായത് നമുക്ക് ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും ചെറിയ രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് വേണം. അതിനുശേഷം ബേർഡ്സ് പറഞ്ഞിരിക്കുന്നത് പോലെ ടോട്ടൽ സം എത്ര വരുന്നുള്ള രീതിയിൽ നമുക്ക് സീക്വൻസ് എഴുതണം. ഫൈൻഡ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് ടു സീക്വൻസ്. എന്നിട്ട് ഈ രണ്ട് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ എക്സിന് ബേസിക്കലി ഏത് വാല്യൂസ് ഒക്കെ വരാം എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിരിക്കുന്ന സീക്വൻസ്. സ്റ്റാർട്ട് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ ഏതായിരിക്കും? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഈ ഫ്രാക്ഷൻ ഉള്ള നമ്പേഴ്സിന് അതായത് എക്സിന്റെ വേരിയബിൾ ഉള്ള ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന നമ്പേഴ്സിന് നമുക്ക് ആദ്യം ഒരുമിച്ച് എഴുതാം. അത് കഴിഞ്ഞിട്ട് +1 ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പോവാം. ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത്. അതായത് ഇവിടെ 2x/1 കൂടി വന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിനോമിനേറ്റർ ഏതെടുക്കുക? നമ്മൾ ലാർജസ്റ്റ് നമ്പർ എടുക്കും 4. അപ്പോൾ 4 ഡിനോമിനേറ്റർ വരണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെല്ലാം ഇതിനെ 2 കൊണ്ടും ഇതിനെ 4 കൊണ്ടും ഡിവൈഡ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 8x divided by 4 plus 2x divided by 4 plus x/4. അപ്പോൾ ഇവിടെ എത്രയാണ് ടോട്ടൽ വരുന്നത്? 8 + 2 10, 10 + 11 10 + 1 11, 11x/4 എന്ന് വരും. ഇവിടെ നമ്മൾ ഈ ടേം ഇറക്കി എഴുതാൻ മറക്കരുത്. +1 ഇവിടെയും അപ്പോൾ +1 വരും. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? 11x/4 + 1. ഇപ്പം ഇതെന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു നാച്ചുറൽ നമ്പർ ആണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം 11x/4 + 1 എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 11x എന്നുള്ള വാല്യൂ 4ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. x എന്നുള്ള വാല്യൂ 4ന്റെ 11x എന്നുള്ള വാല്യൂ 4ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ ഇവിടെ നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്ന എക്സിന്റെ വാല്യൂ ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ വരുന്നത് ഏതായിരിക്കും? 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന എക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റിയ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. കാരണം ഇപ്പോൾ 11 × 2 ചെയ്താൽ 22. 22 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 11 × 3 എന്ന് പറഞ്ഞാൽ 33, അതും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് 11x വന്നാലാണ് നമുക്ക് ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഫ്രാക്ഷൻ ആയി പോകും. അപ്പൊ അതുകൊണ്ട് എക്സിന് നമുക്ക് കൊടുക്കാവുന്ന അറ്റ്ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ സീക്വൻസ്. ലീസ്റ്റ് നമ്പർ, എക്സിനെ ലീസ്റ്റ് നമ്പർ തുടങ്ങുന്ന സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ എക്സിന് 4 ആയിരിക്കും. 4 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഏത് വന്നാലും നമുക്ക് ഇവിടെ 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നത് 4ന്റെ തന്നെ ഏതെങ്കിലും മൾട്ടിപ്പിൾ വരണം. അതായത് ഇപ്പൊ 8 വരണം. അല്ലെങ്കിൽ ഇപ്പൊ 11 into 5 ചെയ്താൽ 55, 11 into 6 വന്നാൽ 66. അതൊന്നും എന്തല്ല കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടേം വരുന്നത് 8 ആയിരിക്കും. ഇവിടെ സീക്വൻസ് വരുന്നത് 4 ഡിഫറൻസ് വരുന്ന ടേംസ് ആയിരിക്കും. 12, 16 എക്സെട്ര. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു? 11x/4 + 1 അല്ലേ? അപ്പൊ ഈ എക്സിന് നമ്മൾ ഈ 4 എന്നുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും? 11 into ആദ്യത്തേത് വരുമ്പോൾ ഫസ്റ്റ് ടേം വരുന്നത് 11 into 4 ഡിവൈഡഡ് ബൈ 4 + 1 ഈക്വൽ ടു 44. 44 ഡിവൈഡഡ് ബൈ 4 + 1 എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 11. 11 + 1 12. ഇതിലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 12. അത് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടേം കിട്ടണമെങ്കിൽ 11 into 8 ഡിവൈഡഡ് ബൈ 4 + 1. ഇവിടെ 4 8ൽ 2 പ്രാവശ്യം. 11 into 2 22. 22 + 1 ഈക്വൽ ടു 23. ഇവിടെ 23. ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 11 ആണ് വരുന്നത്. അപ്പോൾ 11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 12, 23, 34 എക്സെട്ര. അങ്ങനെയായിരിക്കും നമ്മുടെ സീക്വൻസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് എഴുതേണ്ടത്. നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് 4, 8, 12, 16. ആൾജിബ്രായിക് ഇക്വേഷന്റെ ജനറൽ ഫോം എന്താണ്? xn = an + b. ഇതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? a എന്ന് പറയുന്നത് = 4 ആയിരിക്കും. കോമൺ ഡിഫറൻസ് ആണിത്. b എന്ന് പറയുന്നത് എന്താണ്? b = f - d. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 4 ആണ്. 4 - 4 0 ആയിരിക്കും വരുന്നത്. 4 - 4 = 0. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ xn എന്ന് പറയുന്നത് എന്തായിരിക്കും? a into n 4n + 0. 0 ഇവിടെ ഉള്ളത് നമുക്ക് വലിയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? xn = 4n. ഇതായിരിക്കും നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിന്. ഇനി രണ്ടാമത്തെ സീക്വൻസിന് എങ്ങനെയായിരിക്കും വരാം? ഇതിലത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? 12. കോമൺ ഡിഫറൻസ് അതായത് നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷനിൽ എഴുതുമ്പോൾ a എന്നുള്ള ടേം ആണ്. d = a = എത്രയാണ് വരുന്നത്? 11. ഇതിന്റെ നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഏതാണ്? xn = an + b. a എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് 11. 11 into n plus b എന്ന് പറയുന്നത് 12 - 11 ആയിരിക്കും. 12 - 11 അത് എത്രയാണ് വരുന്നത്? 11 n + 1. ഇവിടുത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn = 11 n + 1 ആയിരിക്കും. നമ്പർ 25th third question. Prove that the arithmetic sequence with first term 1/3 and the common difference 1/6 contains all natural numbers. Questionൽ പറഞ്ഞിരിക്കുന്നത് 1/3 ആയിരിക്കും ഫസ്റ്റ് ടേം, 1/6 കോമൺ ഡിഫറൻസ്. അങ്ങനെയുള്ള സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ജനറൽ ഫോം അതായത് നമ്മുടെ ഇതിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇതിൽ എഴുതാൻ പോകുന്നത്. xn = an + b. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് 1/6n പ്ലസ് b എന്ന് പറയുന്നത് f - d. b = f - d ആണ്. അതായത് 1/3 - 1/6 ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും? 6 - 3 ഡിവൈഡഡ് ബൈ 6 × 3 18. അപ്പോൾ 3/18 എന്ന് കിട്ടും. അപ്പോൾ 3 18ൽ 6 times 4 ഇവിടെ 1 ഡിവൈഡഡ് ബൈ 6 അപ്പോൾ 1/6 കിട്ടും.
ഇവിടെ എന്താണ് ബിയുടെ വാല്യൂ 1/6 ആണ്. ഇവിടെ 1/6 കോമൺ ആയതുകൊണ്ട് 1/6നെ ഔട്ട്സൈഡിൽ എടുക്കാം, n+1 എഴുതാം. അപ്പോൾ n+1 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് xnന്റെ വാല്യൂ എന്ത് കിട്ടി? n+1 ഡിവൈഡഡ് ബൈ 6. നമ്മുടെ ആൾജിബ്രായിക് ഫോം നമുക്ക് കിട്ടി, ബീജഗണിത രൂപം. ഇനി ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഏതാ വരുന്നത്? 1 വരും. അപ്പോൾ xnന് 1 വരണമെങ്കിൽ xn = 1 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ n-ന് ഏത് വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ n-ന്റെ വാല്യൂ, ഇവിടെ എന്ന് പറയുന്നത് പൊസിഷൻ നമ്പർ ആണ്. അപ്പോൾ ആ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 കൊടുത്താലാണ് നമുക്ക് 5 + 1 6, 6/6 = 1 എന്ന് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് വാല്യൂ കൊടുക്കുന്നു? n = 5 എന്ന് കൊടുക്കുന്നു. n = 5 ആവുമ്പോൾ 1 ആയിരിക്കും നമുക്ക് ആൻസർ. അതായത് 5th പൊസിഷനിലുള്ള ടേം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി xn = 2 ആവണമെന്നുണ്ടെങ്കിൽ n-ന്റെ വാല്യൂ ഏതായിരിക്കണം? n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 + 6 ആയിരിക്കും. അതായത് 11 വരും. 11 വന്നാലും ഇവിടെ ഇങ്ങനെ വരുള്ളൂ. 11 + 1 12, 12/6 2 എന്ന് വരുള്ളൂ. അതായത് 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയാൽ മാത്രമേ നമുക്ക് xn എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടേംസുകൾ കൊടുത്തു നോക്കി നോക്കാം. അപ്പോൾ ഇത് എന്തായാലും എന്താണ്, എല്ലാതും നാച്ചുറൽ നമ്പേഴ്സ്. ഈ xnന്റെ വാല്യൂ നമ്മൾ n-ന്റെ വാല്യൂ 5, 11 എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ xnന്റെ വാല്യൂ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഇതിങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം this contains all natural numbers നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Fourth question, prove that the arithmetic sequence with the first term 1/3 and the common difference 2/3 contain all odd numbers but no even number. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സീക്വൻസിൽ എന്തുണ്ടാവണം? എല്ലാം ഓഡ് നമ്പേഴ്സ് ഉണ്ടാവണം, പക്ഷെ അതിൽ ഈവൻ നമ്പേഴ്സ് ഉണ്ടാവില്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം തന്നു, കോമൺ ഡിഫറൻസ് തന്നു, ഒരു കാര്യം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം? അതിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ്? xn = an + b = a എന്ന് പറയുന്നത് എത്രയാണ്? 2/3. ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എപ്പോഴും d എന്ന് പറയുന്നത്, a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2/3 എന്ന് എഴുതുന്നത്. 2/3 n + b എന്ന് പറയുന്നത് b = 1/3 - 2/3 = -1/3 എന്ന് വരും. ഇവിടെ എത്ര വരും? -1/3. ഇവിടെ 1/3 കോമൺ ആണ്. 1/3 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരുന്നത്? 2n - 1. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടുന്നത്. xn = 2n - 1 ഡിവൈഡഡ് ബൈ 3. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരുന്നത്. നമുക്കപ്പോൾ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടി. ഇനി അതിൽ ഈവൺ നമ്പേഴ്സ് ഉണ്ടാവോ ഓഡ് നമ്പേഴ്സ് ഉണ്ടാവോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഈവൺ നമ്പേഴ്സ് ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാം. എങ്ങനെ ഈവൺ നമ്പേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാം? അതായത് ഇവിടെ 2n ആണ്. 2 ഈവൺ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പോവില്ല. അതായത് xnന്റെ വാല്യൂ 2 ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഈവൺ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ xn = 2 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് വാല്യൂ കൊടുത്താലേ പറ്റാന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 2n - 1/3 = 2 വരണം. അപ്പോൾ ഇവിടെ 2n - 1 = 3 × 2 6. 2n = 7. n = 7/2. എന്നുള്ളത് പൊസിഷൻ നമ്പർ ആണ്. അതൊരിക്കലും എന്ത് വരില്ല? ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് എന്തല്ല, ഈവൺ നമ്പേഴ്സ് ഈ ഒരു സീക്വൻസിൽ വരില്ല. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് വരുമെന്ന് ചെക്ക് ചെയ്യണം. xnന്റെ വാല്യൂ 3 ആയിട്ട് നോക്കാം. അതായത് nth ടേം xn എന്നുള്ളത് 3 ആണെങ്കിൽ, 3 ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം? n-ന്റെ വാല്യൂ എന്ത് വരണം എന്ന് നോക്കാം. 2n - 1 ഡിവൈഡഡ് ബൈ 3 = 3. 2n - 1 = 3 × 3 9. 2n = 9 + 1 10. n =
10/2 = 5. കണ്ടോ? അതായത് ഓഡ് നമ്പർ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ ഒരു ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്നിന്റെ നമ്പർ ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടും, ഒരു ഹോൾ നമ്പർ കിട്ടും. പക്ഷെ ഈവൺ നമ്പർ ഇട്ട് കൊടുത്തപ്പോൾ എന്തായി, നമുക്കത് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഒരിക്കലും പൊസിഷൻ നമ്പർ എന്താവില്ല, ഫ്രാക്ഷൻ ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്.